എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബഷീർ, ഒറ്റപ്പാലം. നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ മാങ്കുറിശ്ശി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. പാലക്കാട് ടൗണിനോട് ഏകദേശം അടുത്തുള്ള ഒരു സ്ഥലമാണ്. 11 സെൻറ്റ് സ്ഥലവും 2650 സ്ക്വയർ ഫീറ്റ് വീടുമാണ്. നല്ല സൂപ്പർ വീടാണ് കേട്ടോ. 4 ബെഡ്റൂമാണ് ഇതിലുള്ളത്. 4 ബെഡ്റൂമും അറ്റാച്ച്ഡാണ്. വെള്ള സൗകര്യത്തിന് നല്ലൊരു വറ്റാത്ത കിണറുമുണ്ട്. പിന്നെ ഒരു ബോർവെല്ലും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മുറ്റാണ് കണ്ടില്ല, നല്ല വിശാലമായ പാർക്കിങ്ങൊക്കെ ഉള്ള നല്ലൊരു വീടാണ് കേട്ടോ ഇത്. അതുപോലെ ചുറ്റും മതിലൊക്കെ കെട്ടിയിട്ട് നല്ല മോഡൽ ആയിട്ട് കെട്ടിയ നല്ലൊരു വീടാട്ടോ. അത് കാണുമ്പോൾ തന്നെ കണ്ടില്ലേ, നല്ലൊരു ആംബിയൻസിൽ നിൽക്കുന്ന വീടാണ്. നല്ലൊരു ഏരിയയിലുമാണ് കേട്ടോ ഈ വീട്. ഈ ഭാഗം അടുക്കളയുടെ പുറകുവശമാണ് കേട്ടോ. കണ്ടില്ലേ, ഇതാണ് അടുക്കളയുടെ ഡോറ്. ഈ ഭാഗത്താണ് കിണറൊക്കെ കണ്ടില്ലേ, നല്ല പറ്റാത്ത കിണറാട്ടോ. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു ഏരിയയിലാണ് ഈ വീട്. അതുപോലെ ഫുള്ള് വെട്ടുകല്ലുകൊണ്ട് പണിയെടുത്ത വീടാണ് കേട്ടോ അത്. എല്ലാ ഭാഗം കട്ട വിരിച്ചിട്ട് നല്ല രീതിയിൽ പുല്ലൊക്കെ കണ്ടില്ലേ, സിന്തറ്റിക്കിൻ്റെ പുല്ലൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയാട്ടോ. പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റിനുള്ള ബയോ ബിന്നൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാലക്കാട് പൊന്നാനി ഹൈവേയിൽ നിന്ന് വെറും 2 കിലോമീറ്ററാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം കേട്ടോ. ഇനി വീടിൻ്റെ കാഴ്ചയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത്. അതുപോലെ ഈ വീട്ടിൽ നിന്ന് പാലക്കാട് ടൗണിലേക്കൊക്കെ ഒരു 15 കിലോമീറ്റർ അടുത്താണ് ഉണ്ടാവുക. റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ വളരെ എളുപ്പത്തിൽ പോയി വരാം കേട്ടോ. ടൗണിലേക്കൊക്കെ ഓപ്പൺ സിറ്റ് ഔട്ടാണ് പുറത്തുള്ളത്. അവിടുന്ന് മെയിൻ ഡോറ് കടന്നു കഴിഞ്ഞാൽ ഉണ്ടോ നല്ലൊരു ലിവിങ് ഏരിയ. മുകളിലൊക്കെ സീലിംഗ് ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയിലാട്ടോ ഇതിൻ്റെ വർക്ക്. നല്ലൊരു എക്സിക്യൂട്ടീവ് വർക്കാണ് ഇതിൻ്റെ. അതുപോലെ ഈ വീടിൻ്റെ പരിസരത്തിലൂടെ ബസ് റൂട്ടും ഉണ്ട് കേട്ടോ. പ്രൈവറ്റ് ബസ് റൂട്ടുള്ള ഏരിയയിലാണ് ഈ വീട്. ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 50 മീറ്റർ നടന്നാൽ മതി ഈ വീട്ടിലേക്ക് എത്തും. അത്രയും നല്ല ലൊക്കേഷനാണ് കേട്ടോ അത്. നല്ലതാണ്. ഇപ്പോൾ ഡൈനിങ് ഏരിയ, ഇത് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ്, നല്ല ഫിനിഷിങ് വർക്കാണ് കേട്ടോ അതിൻ്റെ ചെയ്തിരിക്കുന്നത്. ടൈൽസൊക്കെ ഫുള്ള് കജാരിയുടെ ടൈൽസാണ്. നല്ല വില കൂടിയ മെറ്റീരിയൽസൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്ത വീടാണ് കേട്ടോ അത്. ലിവിങ് ഏരിയയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഡൈനിങ് ഏരിയയിലാണ് നിൽക്കുന്നത്. അതിൻ്റെ തൊട്ടാണ് ബെഡ്റൂമുകൾ കേട്ടോ. ബെഡ്റൂമിൻ്റെ ഒക്കെ ഉണ്ടോ സീലിംഗ് വർക്ക്, അതുപോലെ ഡ്രസ്സിൻ്റെ അലമാറ നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തത്. ബെഡ്റൂമൊക്കെ നല്ല വലിപ്പമുണ്ട്. നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡാണ് കേട്ടോ. അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ നല്ല വലിപ്പമുള്ള ബാത്റൂമുകളാണ് കണ്ടോ. ഫുള്ള് വീതി കൂടിയ ടൈൽസ്, അതുപോലെ വാഷ് ബേസിൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡ്രസ്സിൻ്റെ അലമാരൊക്കെ നല്ല വൈഡാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ വീണ്ടും ഡൈനിങ് ഏരിയയിലേക്ക് എത്തി. ആദ്യം കണ്ട റൂമിൻ്റെ തൊട്ടന്നെ എന്നതാ രണ്ടാമത്തെ റൂം. ഇതിലും കണ്ടോ സീലിങ്ങിൽ പാനൽ ലൈറ്റൊക്കെ ചെയ്ത് നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതും അതേമാതിരി നല്ല വലിപ്പത്തിലുള്ള ബെഡ്റൂമുകളാണ്. അതുപോലെ കണ്ടോ ഡ്രസ്സിൻ്റെ അലമാരൊക്കെ കണ്ടോ, നല്ല വുഡൻ ടൈപ്പ് ഡോറൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തന്നെ ബാത്റൂമാണിത് കണ്ടോ. ബാത്റൂമൊക്കെ നല്ല വലിപ്പമുള്ള ബാത്റൂമുകളാണ് കേട്ടോ. ഇതിലും വാഷ് ബേസിനും യൂറോപ്യൻ ക്ലോസറ്റൊക്കെ നല്ല ഹെവി ടൈപ്പാണ് വെച്ചിട്ടുള്ളത്. നമ്മുടെ ചാനലൊന്നും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യണേ. കൂടാതെ ഈ വീടിൻ്റെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ നല്ല രീതിയിലുള്ളൊരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അടുക്കളയാണ് ഇപ്പോൾ ഇത്. അടുക്കളയിലെ ടൈൽസ് വേറൊരു മോഡലാണ്. അടുക്കള നന്നായിട്ട് ഫിനിഷിംഗ് ഉള്ള നല്ല അടുക്കള കേട്ടോ. അടുക്കള 2 സെക്ഷനായിട്ട് ചെയ്തിട്ടുള്ളത്. ഒരു വർക്ക് ഏരിയ ഒരു മോഡലായിട്ടും, പിന്നെ കണ്ടില്ലേ ഇത് ടൈൽസ് കണ്ടില്ലേ, ഒരു മരത്തിൻ്റെ ഒക്കെ ഒരു ഡിസൈനുള്ള ടൈൽസാണ്. ഇവിടെ ഒരു വാഷ് ബേസിന്, അതിൻ്റെ തൊട്ടാണ് ഇതാ വിറക്, പുകയില്ലാത്ത അടുപ്പിൻ്റെ ഒരു സെക്ഷനാണ് ഇവിടെ. ചിമ്മിനിയൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് അടുക്കളയുടെ ഡോറ് തുറന്നാൽ പുറത്തേക്കുള്ള കാഴ്ചയാണിത്. വലതു ഭാഗത്ത് കിണർ. ഇപ്പോൾ നമ്മൾ താഴത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി നമ്മൾ മുകളിലേക്കാണ് പോകുന്നത് കേട്ടോ. സ്റ്റെയർ കേസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ കൈവരിയൊക്കെ നല്ല മരത്തിൻ്റെ വർക്കാട്ടോ. സ്റ്റെയർ കേസിൻ്റെ ഫുള്ള് മരത്തിൻ്റെ വർക്കാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല കാണാൻ നല്ല ഭംഗിയത്. അതുപോലെ ഒറ്റപ്പാലം ടൗണിലേക്കും വളരെ എളുപ്പമാണ് കേട്ടോ. ഒറ്റപ്പാലം ടൗണ്, പാലക്കാട് ടൗണ്, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് നമ്മുടെ ഈ വീട് നിൽക്കുന്നത് കേട്ടോ. ഹൈവേയിൽ നിന്ന് വെറും 2 കിലോമീറ്റർ ബസ് റൂട്ടുള്ളതാണ്. ബസ് റൂട്ടിൽ നിന്ന് ബസ് ഇറങ്ങിയാൽ 50 മീറ്റർ നടക്കാനുള്ളൂ. ഇത് കണ്ടില്ല, ഇവിടെ ഒരു ഭാഗത്ത് ഓപ്പൺ ടെറസാണ്. ഇവിടെ ഷീറ്റ് ഇട്ടിട്ട്
ഓടാണ് വിരിച്ചിരിക്കുന്നത്. നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഗ്രില്ലൊക്കെ ഇട്ടിട്ട്. ഇപ്പോൾ വാഷ് ചെയ്ത തുണികളൊക്കെ ഉണക്കണമെങ്കിലോ അതിനൊക്കെ പറ്റും, വാഷിംഗ് മെഷീൻ വെക്കാനൊക്കെ പറ്റും. അത് കഴിഞ്ഞ് അത് അങ്ങനെ ഒരു പാസേജാണ്. അവിടുന്ന് ലെഫ്റ്റ് 2 ബെഡ്റൂമാണുള്ളത്. കണ്ടോ, ഇവിടെയും താഴത്തെ മാതിരി ഫുള്ള് സീലിംഗ് വർക്ക്, പാനൽ ലൈറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള അതേപോലെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. 11 സെൻറ്റ് സ്ഥലം, 2650 സ്ക്വയർ ഫീറ്റ് വീട്, ബോർവെല്ല്, ഓപ്പൺ കിണർ, ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് നടന്നാലെത്തുന്ന ഈ വീടിനും സ്ഥലത്തിനും ഇതിൻ്റെ ഓണർ വില പറയുന്നത് 65 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. അതൊരു എമർജൻസി വിൽപ്പന, അർജൻറ്റ് വിൽപ്പന ആയതുകൊണ്ടാണ് ഈ വിലക്ക് കിട്ടുന്നത് കേട്ടോ. ഇത് 80 ലക്ഷം രൂപയുടെ വീടാണ്. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും വേഗം വന്ന് എടുത്തോളൂ. നല്ലൊരു വീടാണ്, നല്ലൊരു സൈറ്റിലുമാണ്, എല്ലാം കൊണ്ടും ഉത്തമമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ വാങ്ങുന്നവർക്ക് എന്തുകൊണ്ടും ലാഭമാണ്. ഇതാണ് 4ാമത്തെ ബെഡ്റൂം കേട്ടോ. എല്ലാ ബെഡ്റൂമുകളും നല്ല വലിപ്പമുണ്ട്, എല്ലാ സൗകര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് 4ഉം അറ്റാച്ച്ഡാണ്. ആർക്കും ഈ വീട് വന്ന് കണ്ടാൽ ഇഷ്ടപ്പെടാതിരിക്കില്ല, അത്രയും നല്ലൊരു വീടാട്ടോ അത്. കാരണം ഇതിൻ്റെ മതിൽ തന്നെ കെട്ടിയതിന് നല്ലൊരു സംഖ്യ ചിലവായിട്ടുണ്ട്. അത്രയും മോഡലിലാണ് ഇതിൻ്റെ മതിലിൻ്റെ വർക്ക്, ചുറ്റും മതിൽ വർക്ക്, അതുപോലെ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ള വർക്കുകൾ, എല്ലാം കൊണ്ടും നല്ലൊരു ലൊക്കേഷനുമാണ് കേട്ടോ. ആവശ്യക്കാർ ഇതിൽ കൊടുത്ത നമ്പറിൽ എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ. നല്ലൊരു വീടാണ്, കൈവിടണ്ട. വെറും 65 ലക്ഷം രൂപയ്ക്ക് കിട്ടും. 11 സെൻറ്റ് സ്ഥലവും 2650 സ്ക്വയർ ഫീറ്റും വീടാണ്. ജസ്റ്റ് നമ്മളൊന്ന് വെറുതെ കാൽക്കുലേഷൻ ചെയ്താൽ തന്നെ നമുക്ക് ഈ വില വളരെ ലാഭമാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. കൂടാതെ ഓപ്പൺ കിണറുണ്ട്, ബോർവെല്ലുണ്ട്, ചുറ്റുമതിലുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന കാര്യങ്ങൾ. ആവശ്യക്കാർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി.